പാലക്കാട് ഗോപാലപുരത്ത് അനധികൃത ഓൺലൈൻ ലോട്ടറി വിൽപ്പന നടത്തിയ സംഘത്തെ പിടികൂടി. ശാസ്ത ലോട്ടറി ഏജൻസി സ്ഥാപനത്തിന്റെ ഉടമ സേതുപതിയാണ് അറസ്റ്റിലായത്. ചിറ്റൂർ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം കൊഴിഞ്ഞാമ്പാറ പോലീസ് എസ്ഐ ഷിജുവും സംഘവും നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ ഗോപാലപുരത്തും ഇന്നലെ മീനാക്ഷിപുരത്തും കൊഴിഞ്ഞാമ്പാറ പോലീസ് ഉൾപ്പെടെയുള്ള കേരള പോലീസ് സംഘം നടത്തിയ വൻ പരിശോധനയിൽ അനധികൃത ഓൺലൈൻ ലോട്ടറി വിൽപ്പനയും തട്ടിപ്പുകളും കണ്ടെത്തുകയും നിരവധി കടകൾ പൂട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ലോട്ടറി നിരോധിച്ച സാഹചര്യത്തിൽ അതിർത്തി കേന്ദ്രീകരിച്ച് വാട്സ്ആപ്പ് വഴിയും വ്യാജ വെബ്സൈറ്റുകൾ വഴിയും നടക്കുന്ന ഈ ഓൺലൈൻ തട്ടിപ്പിനെതിരെ പോലീസ് കർശന നടപടിയാണ് സ്വീകരിക്കുന്നത്. അതിർത്തി പ്രദേശങ്ങളായ മീനാക്ഷിപുരം, ഗോപാലപുരം എന്നിവിടങ്ങളിൽ കൃത്യമായ ലൈസൻസ് ഇല്ലാതെയും ലോട്ടറി നമ്പറുകൾ വാട്സ്ആപ്പ് വഴി അയച്ചും തട്ടിപ്പ് നടത്തിവന്ന 200-ലധികം ലോട്ടറി കടകൾ പരിശോധനയെ തുടർന്ന് അടപ്പിച്ചു. ഓൺലൈൻ ലോട്ടറി തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് 10 പേരെ ഇതുവരെ പാലക്കാട് ജില്ലയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 99 ന്യൂസ്, പാലക്കാട്. നമസ്കാരം. 2026 പകുതിയില് ജെനിസിസ് ഏജ് കെയർ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ 1ാം ഘട്ടം വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ജെനിസിസ് ഗാർഡന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. എങ്കിലും പലയിടങ്ങളിൽ നിന്നും സ്നേഹസമ്പന്നരായ പല മാതാപിതാക്കന്മാരും അവരുടെ റിട്ടയർമെന്റ് ജീവിതം ചെലവഴിക്കുവാൻ ജെനിസിസ് തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾ 1ാം ഘട്ടത്തിൽ നിർമ്മിച്ച എല്ലാ റൂമുകളിലും ഏകദേശം റെസിഡൻസ് നിറഞ്ഞതിനാൽ ജെനിസിസ് ഗാർഡൻ ഏജ് കെയറിന്റെ 2nd പാർട്ട് ബിൽഡിംഗ് പണികൾ ഉടൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം നിങ്ങൾ തനിച്ചാണോ? നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.